Your time starts now. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഭഞ്ജന. ഞാൻ ഗവൺമെന്റ് തിരുവാറൂർ മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെഗുലേറ്ററി ടി സെൽസ് അല്ലെങ്കിൽ നിയന്ത്രണ ടി കോശങ്ങളെ കുറിച്ചാണ്. ആമുഖം. രക്തത്തിലെ വെളുത്ത രക്താണുക്കളിൽ ഒരു തരമായ ലിംഫോസൈറ്റ്സിന്റെ ഒരു പ്രത്യേക ഇനമാണ് റെഗുലേറ്ററി ടി സെൽസ്. ലിംഫോസൈറ്റ്സിനെ രണ്ട് തരമായി തിരിക്കാം: ബി ലിംഫോസൈറ്റ്സ് ആൻഡ് ടി ലിംഫോസൈറ്റ്സ്. അതിൽ ബി ലിംഫോസൈറ്റ്സ് നേരിട്ട് ആന്റിബോഡി ഉത്പാദിപ്പിക്കുന്നു, എന്നാൽ ടി ലിംഫോസൈറ്റ്സ് പലതരത്തിലാണുള്ളത്. ചിലർ ബി ലിംഫോസൈറ്റ്സിനെ ആന്റിബോഡി ഉണ്ടാക്കാൻ സഹായിക്കുന്നു, ചിലർ നേരിട്ട് കോശങ്ങളെ ആക്രമിക്കുന്നു. അതിൽ തന്നെ ഒരു തരമായ റെഗുലേറ്ററി ടി സെൽസ് ബാക്കി കോശങ്ങൾ ഉണ്ടാക്കുന്ന അമിതമായ പ്രതിരോധം അല്ലെങ്കിൽ സ്വന്തം കോശങ്ങൾക്ക് എതിരെയുള്ള പ്രതിരോധം തടയുന്നു. ഇതിനാൽ ഇവ ശരീരത്തിൽ ഒരു സമതുലാവസ്ഥ നിലനിർത്തുന്നു. പ്രതിരോധം നല്ലത് തന്നെയാണ്, എന്നാൽ അധികമായ അമൃതം വിഷമെന്ന് പറയുന്നത് പോലെ ശരീരത്തിൽ അമിതമായ പ്രതിരോധ ശേഷി ഉണ്ടായാൽ അത് മോശമായ രീതിയിൽ ബാധിക്കുന്നു. റെഗുലേറ്ററി ടി സെൽസ് ശരീരത്തിൽ ഒരു ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ ആന്തരിക സ്ഥിരത നിലനിർത്താൻ സഹായിക്കുന്നു. ഇത് ശരീരത്തിലെ പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സഹായിക്കുന്നു. എന്താണ് പ്രതിരോധശേഷി? ശരീരത്തിൽ കയറിപ്പറ്റുന്ന അണുക്കളെയും മറ്റു രോഗങ്ങളെയും ചെറുക്കാനുള്ള കഴിവാണ് പ്രതിരോധശേഷി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ശരീരം ഇത് രണ്ട് രീതിയിൽ നിർവഹിക്കുന്നു: സഹജമായ പ്രതിരോധം, ഏറ്റെടുക്കുന്ന പ്രതിരോധശേഷി. സഹജമായ പ്രതിരോധശേഷി എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ജന്മനാ കാണപ്പെട്ടു വരുന്ന ഒന്നാം നിര പ്രതിരോധശേഷിയാണ്. ഉള്ളിലെ കോശങ്ങളിലൂടെയും തടസ്സങ്ങളിലൂടെയുമാണ് ഇത് നിർവഹിക്കപ്പെടുന്നത്. പ്രത്യേക രോഗകാരികളെ തിരിച്ചറിയാനുള്ള കഴിവ് ഇത്തരം പ്രതിരോധശേഷിക്ക് സാധിക്കത്തില്ല. ഉദാഹരണം: മ്യൂക്കസ് മെമ്പറൈൻ, കണ്ണുനീർ, ചർമ്മം, വൈറൽ ആസിഡ്, മാക്രോഫേജസ്, NK സെൽസ് എക്സെട്ര. പനി, വീക്കം എന്നിവ ഇത്തരം പ്രതിരോധശേഷിയുടെ അടയാളങ്ങളാണ്. രണ്ടാമത്തത് ഏറ്റെടുക്കുന്ന പ്രതിരോധശേഷി. ജനനശേഷം രോഗാണുക്കളുമായി ഇടപെടൽ മൂലം ലഭിക്കുന്ന പ്രത്യേകതരം പ്രതിരോധശേഷിയാണ് ഏറ്റപ്പെടുന്ന പ്രതിരോധശേഷി. പുതിയ അണുക്കളെ തിരിച്ചറിയാനും അവയ്ക്കെതിരെ ആന്റിബോഡി ഉണ്ടാക്കാനും ഭാവിയിൽ അവർക്കെതിരെ വേഗത്തിൽ പൊരുതാനും സഹായിക്കുന്നു. അതിനാൽ ഇതിനെ പഠിച്ച പ്രതിരോധശേഷി എന്നും അറിയപ്പെടുന്നു. ഇതിന്റെ സവിശേഷതകൾ രോഗപ്രതിരോധം പഠിക്കുന്നു, ഓർമ്മ, നിർദ്ദിഷ്ട പ്രതികരണം, വാക്സിനുകളിലൂടെ ലഭിക്കുന്നു എന്നിവയാണ്. ടി സെൽസ് പ്രതിരോധവും ടി കോശങ്ങളും. ടി സെൽസ് ഏറ്റപ്പെടുന്ന പ്രതിരോധശേഷിയാണ് ശരീരത്തിൽ നൽകുന്നത്. പലതരത്തിലുള്ള ടി സെൽസ് ശരീരത്തിൽ കാണപ്പെടുന്നു: നേഡ് ടി സെൽസ്, ഹെൽപ്പർ ടി സെൽസ്, കില്ലർ ടി സെൽസ് അല്ലെങ്കിൽ സൈറ്റോടോക്സിക് ടി സെൽസ്, മെമ്മറി ടി സെൽസ്, റെഗുലേറ്ററി ടി സെൽസ് എന്നിവയാണ് ഇവ. നേഡ് ടി സെൽസ് ആന്റിജനുമായി ബന്ധം വരാത്തതും പ്രതിരോധശേഷി പ്രതിരോധ ഇതുവരെ ഏറ്റെടുക്കാത്തതുമായ സെൽസിനെയാണ് നേഡ് സെൽസ് എന്ന് പറയപ്പെടുന്നത്. ഹെൽപ്പർ ടി സെൽസ് ബാക്കി ടി സെൽസിനെ സഹായിക്കുന്നു. ബി സെൽസിനെ ആന്റിബോഡി ഉണ്ടാക്കാൻ സഹായിക്കുന്നു. കില്ലർ അല്ലെങ്കിൽ മാക്രോഫേജ് സെൽസിനെ സജീവമാക്കാനും ഇവ സഹായിക്കുന്നു. കില്ലർ അല്ലെങ്കിൽ സൈറ്റോടോക്സിക് ടി സെൽസ് നേരിട്ട് രോഗബാധിത കോശങ്ങളെ കൊല്ലുന്നു. മെമ്മറി ടി സെൽസ് ശരീരത്തിൽ ഒരു രോഗകാരി കയറുമ്പോൾ അതിനെ മനസ്സിലാക്കുകയും ഓർത്തു വെക്കുകയും പിന്നീട് അത് ശരീരത്തിൽ കയറുമ്പോൾ വേഗത്തിൽ പ്രതിരോധശേഷി നൽകുകയും ചെയ്യുന്നു. റെഗുലേറ്ററി ടി സെൽസ്, അതിനെക്കുറിച്ചാണ് വിശദമായി നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. തരം. ഉത്ഭവ സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ റെഗുലേറ്ററി ടി സെൽസിനെ രണ്ടായി തരംതിരിക്കാം: നാച്ചുറൽ അല്ലെങ്കിൽ എൻ ടീറെക്സ്, ഇൻഡ്യൂസ് അല്ലെങ്കിൽ ഐ ടീറെക്സ്. നാച്ചുറൽ ടീറെക്സ് തൈമക്സ് ഗ്രന്ഥത്തിൽ നിന്ന് നേരിട്ട് ഉത്പാദിക്കപ്പെടുന്നവരാണ്. ഇവ സ്വന്തം കോശങ്ങളെ ആക്രമിക്കുന്നതിനെതിരെ പൊരുതുന്നു. ഇൻഡ്യൂസ് ടി സെൽസ് മറ്റു ഭാഗങ്ങളിലെ ടി സെൽസിൽ നിന്ന് ഉത്പാദിക്കപ്പെടുന്നതാണ്. പ്രത്യേകതരം ആന്റിജനെതിരെ പൊരുതുന്നതാണ് ഇവ. മറ്റു കോശങ്ങളിലെ MSC പ്രോട്ടീനെ തിരിച്ചറിയുകയും മറ്റു കോശങ്ങൾ ശരീരത്തിന്റെ മറ്റു സ്ഥലത്തിൽ കാണപ്പെടുന്ന നേവ് സെൽസിനെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വെച്ച് ഇവ ആന്റിജൻ പ്രസന്റിംഗ് സെൽസുമായി ബന്ധപ്പെടുകയും രൂപമാറ്റം സംഭവിച്ചാണ് ഇൻഡ്യൂസ് ടി സെൽസ് ഉണ്ടാകുന്നത്. അടുത്തത് റെഗുലേറ്ററി ടി സെൽസിന്റെ ഘടന. പ്രധാനമായും റെഗുലേറ്ററി ടി സെൽസിന്റെ ഘടനയിൽ കാണപ്പെടുന്ന TCR അല്ലെങ്കിൽ T സെൽ റിസപ്റ്റർ ആണ്. ഇവ ആന്റിജൻ തിരിച്ചറിയാനും പ്രത്യേകതര ആന്റിജനെ പ്രതികരിക്കാനും സഹായിക്കുന്നു. മറ്റു കോശങ്ങളിലെ MHC പ്രോട്ടീനെ തിരിച്ചറിയുകയും അവയുമായി കൂടിച്ചേർന്ന് പ്രതിരോധ പ്രതികരണം ഉണ്ടാക്കുകയുമാണ് ഇവരുടെ കർത്തവ്യം. ഉപരിതല മാർക്കറുകൾ. ടി സെൽസിന്റെ സർഫസിൽ കാണപ്പെടുന്ന പ്രത്യേകതര പ്രോട്ടീനുകളാണ് ഉപരിതല മാർക്കറുകൾ. ഇവയുടെ ഉദാഹരണമാണ് CD8+, CD4+, CD25HI എന്നിവ. ഇവ പലതരത്തിലുള്ള ടി സെൽസിനെ
വേർതിരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. ഉദാഹരണത്തിന് CD8+ സൈറ്റോടോക്സിക് ടി സെൽസിലാണ് കാണപ്പെടുന്നത്, എന്നാൽ CD4+ ഹെൽപ്പർ ടി ലിംഫോസൈറ്റ്സിലാണ് കാണപ്പെടുന്നത്. മൂന്നാമത്തെ ഘടനയാണ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ. ഇവയുടെ FOXP3 ആണ് ടി സെൽസിന്റെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ. ഇവ കോശങ്ങളുടെ ഉള്ളിലാണ് കാണപ്പെടുന്നത്. റെഗുലേറ്ററി ടി സെൽസിന്റെ വികാസത്തെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുകയാണ് ഇവയുടെ പ്രധാന നിയോഗം. അടുത്തത് റെഗുലേറ്ററി ടി സെൽസിന്റെ പ്രവർത്തന രീതിയാണ്. ഇവ പ്രധാനമായും 3 രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ആദ്യമായി തന്നെ സൈറ്റോകൈനിനെ ഉത്പാദിപ്പിക്കുന്നു. ഇന്റർലൂക്കിൻ 10, ട്രാൻസ്ഫോമിംഗ് ഗ്രോത്ത് ഫാക്ടർ ബീറ്റ എന്നിവ ഉത്പാദിച്ചുകൊണ്ട് ഇവ പ്രതിരോധ ശേഷി നിലനിർത്തുന്നു. ഇവ സൈറ്റോകൈനൻസ് Trexന്റെ ദൂതന്മാർ അല്ലെങ്കിൽ മെസഞ്ചർ ആയിട്ട് പ്രവർത്തിക്കുന്നു. ബാക്കി കോശങ്ങളെ ഉണർത്തുകയും വീക്കത്തെ നിയന്ത്രിക്കുക, ഇങ്ങനെ പലതരം പ്രതികരണം ഇവ ഉണ്ടാക്കി പ്രതികരണ ശേഷിയെ നിയന്ത്രിക്കുന്നു. അടുത്ത് നേരിട്ടുള്ള സമ്പർക്കം. മറ്റു കോശങ്ങളുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ അവയുടെ പ്രവർത്തനം നിർത്തലാക്കുന്നു. നേരിട്ട് കോശവിഘടനം അല്ലെങ്കിൽ സൈറ്റോലൈസിസ്, കോശാത്മഹത്യ അല്ലെങ്കിൽ അപ്പോട്ടോപ്സിസ് ഉണ്ടാക്കി അപകടകാരികളായ കോശങ്ങളെ ഇല്ലാതാക്കുന്നു. മൂന്നാമത്തെയാണ് ഉപാപചയ നിയന്ത്രണം അല്ലെങ്കിൽ മെറ്റബോളിക് കൺട്രോൾ. കോശങ്ങൾ ഉപയോഗിക്കേണ്ട അമിനോ ആസിഡും ഗ്ലൂക്കോസും റെഗുലേറ്ററി ടി സെൽസ് തന്നെ ഉപയോഗിക്കുന്നു. ഇതിനാൽ വീക്കത്തെ ഇവർ തടയുന്നു. അടുത്തയാണ് ഇവയുടെ റെഗുലേറ്ററി ടി സെൽസിന്റെ ക്ലിനിക്കൽ വശങ്ങൾ. ഇവ പ്രധാനമായും 3 ക്ലിനിക്കൽ ഉപയോഗങ്ങൾക്കാണ് ഇവയിൽ കണ്ടുവരുന്നത്. ആദ്യമായി തന്നെ സ്വയം പ്രതിരോധ രോഗങ്ങൾ തടയുന്നു. ആമവാദം അല്ലെങ്കിൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, ടൈപ്പ് 1 ഡയബറ്റിസ് എന്നിവയാണ് സ്വയം പ്രതിരോധ രോഗങ്ങൾ. സ്വന്തം കോശങ്ങളെ അന്യകോശങ്ങളിൽ നിന്ന് വേർതിരിക്കാനാവാത്തത് കാരണം പ്രതിരോധ കോശങ്ങൾ ശരീരത്തിന് ആവശ്യമുള്ള സ്വന്തം കോശങ്ങളെ ആക്രമിക്കുന്നു അവസ്ഥയാണ് സ്വയം പ്രതിരോധ രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരം പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിച്ച് സ്വയം പ്രതിരോധ രോഗങ്ങളെ തടയാൻ Tregs സഹായിക്കുന്നു. രണ്ടാമത്തത് ക്യാൻസർ ചികിത്സയിൽ Tregs ഉപയോഗിക്കുന്നു. ക്യാൻസർ ചികിത്സയിലെ ഇമ്മ്യൂണോതെറാപ്പിയിൽ Tregs ഉപയോഗിക്കുന്നു. ട്യൂമറിന്റെ ചുറ്റുമുള്ള സൂക്ഷ്മ പരിതസ്ഥലത്തിൽ കാണപ്പെടുന്ന Tregs ട്യൂമറിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. ഇതിനെ അടിച്ചമർത്തി ട്യൂമറിന്റെ വളർച്ചയെ തടുത്തുന്ന വിധത്തിലുള്ള ചികിത്സ ഇപ്പോൾ കാണപ്പെടുന്നു. മൂന്നാമത് അവയവമാറ്റം ശസ്ത്രക്രിയ. അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുമ്പോൾ ചികിത്സയുടെ അവസാന ഊന്നുവടിയാണ് അവയവമാറ്റം ശസ്ത്രക്രിയ. എന്നാൽ പുതിയൊരു അന്യവസ്തുവാണ് ഇതിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ഇതിനെതിരെ ശരീരത്തിലെ T കോശങ്ങൾ പ്രതിരോധ പ്രവർത്തനം തുടങ്ങുന്നു. ഇത്തരം T കോശങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിച്ച് അവയവമാറ്റ ശസ്ത്രക്രിയ വിജയിപ്പിക്കാൻ റെഗുലേറ്ററി ടി സെൽ സഹായിക്കുന്നു. ചുരുക്കത്തിൽ രക്തത്തിൽ കാണപ്പെടുന്ന പ്രത്യേകതരം ലിംഫോസൈറ്റ്സിന്റെ ഒരു ഇനമാണ് റെഗുലേറ്ററി ടി സെൽസ്. ഇവ പ്രതിരോധ നിയന്ത്രണത്തിന് സഹായിക്കുന്നു. അവയെ അതുകൊണ്ട് ശരീരത്തിലെ പോലീസ് എന്ന് വിളിക്കുന്നു. ഇതിനാൽ ഇവർക്ക് പലതരം ക്ലിനിക്കൽ ഉപയോഗം കാണപ്പെടുന്നു. നന്ദി സർ.